ഇവർ ഈ അടി കൂടി കഴിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും. അതൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ, ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വീട്ടിലിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പല പല റൈസിൻ്റെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അതിലൊരു പരീക്ഷണമാണിത്. അപ്പോൾ യാമിയേട്ടനും നല്ല ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കിങ്ങനെ റൈസിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വെജ് എന്ന് പറയാനും പറ്റില്ല, നോൺ വെജ് എന്ന് പറയാനും പറ്റില്ല, ആ രീതിക്ക് ഉണ്ടാക്കിയ ഐറ്റമാണ്. അങ്ങനെ അപ്പം നമ്മൾ ഇതിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ സിമ്പിളായിട്ടെന്ന് പറഞ്ഞുതരാം. മൊത്തം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എടുത്ത് വെച്ച് വീഡിയോ വെച്ചിട്ട് സിമ്പിളായിട്ട് ഓയിൽ ഒഴിച്ചു. അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളിയും സവാള ഇട്ടു, അതൊന്ന് സോട്ട് ചെയ്തു. അപ്പം വീട്ടിലിരുന്ന കുറച്ച് കോണുണ്ടായിരുന്നു, സ്വീറ്റ് കോൺ, ആ കോണും പിന്നെ കുറച്ച് ക്യാരറ്റും അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. അല്പം ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ക്യാപ്സിക്കാണ് നെക്സ്റ്റ്. ക്യാപ്സിക്കം ഇടുമ്പോൾ കുറച്ച് ലാസ്റ്റിലേക്ക് ക്യാപ്സിക്കം ഇടാൻ നോക്കുക, വല്ലാതെ ഇങ്ങനെ ഉടഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റാണ് സോട്ട് ചെയ്തത്. പിന്നെ അതിലേക്ക് ഇതൊറ്റ പാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ശരിക്കും നമ്മൾ സെപ്പറേറ്റ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന ആ രീതിയല്ല, ഇതെല്ലാം ആ പാത്രത്തിൽ നമുക്ക് നടക്കും. നമുക്ക് പാത്രം കഴിക്കൽ നല്ല ഇഷ്ടമായതുകൊണ്ട്, മടി തീരെ ഇല്ലാത്തതുകൊണ്ടും ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സോയ സോസ് ഒഴിച്ചു. അപ്പോൾ സോയ സോസ് ഇപ്പം ഞാൻ എത്ര വെച്ചുള്ളൂ, കുറച്ചുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് സോയ സോസിൻ്റെ ടേസ്റ്റ്. പിന്നെ റൈസ് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി. സിമ്പിൾ. റൈസ് കുറച്ചവിടെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുവിടാനൊക്കെ സിമ്പിളായിരിക്കും. റൈസ് കുറച്ച് വേവിച്ച് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്താൽ സിമ്പിളായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ ഹെൽത്തിയാണ്. വെജിറ്റബിൾസും കഴിച്ചോളും, എഗ്ഗും ഒക്കെ ചെല്ലുമ്പോൾ അടിപൊളിയാണ്. പിന്നെ കറിയൊന്നും വേണ്ട, അതിന് കെച്ചപ്പും വേണമെന്നില്ല, വേണ്ടെങ്കിൽ കെച്ചപ്പും കൂട്ടി അടിക്കാം. അങ്ങനെ പിന്നെ അവരുടെ ടേസ്റ്റ്